അവിടെ പറടാ. എടാ നീ എപ്പോഴും എന്നെ വീഡിയോഗ്രാഫി മാത്രമല്ലോ കൊണ്ടല്ലോ, ഇന്ന് എന്റെ കച്ചവടത്തിനുണ്ടോ? എന്നാ നീ അതിന് പോകുമ്പോ സെറ്റ് വാ. അങ്ങനെ ആദ്യം കൂട്ടി നമ്മൾ നേരെ കച്ചവടത്തിന് ഇറങ്ങുവാണ്. വണ്ടിയിൽ ഫുൾ ലോഡ് ആക്കിയിട്ട് വരുമ്പോഴാണ് നമ്മുടെ കുറച്ച് ഫോളോവേഴ്സിനെ കണ്ടേട്ടാ. അവരെല്ലാം കണ്ട് നമ്മൾ ഇട്ടിച്ചുള്ള അമ്മാസ് തട്ടുകളിൽ കയറിയിട്ടാ. രാവിലെ തന്നെ നല്ല വിശപ്പ്, 2 ഇഡ്ഡലി ചമ്മന്തിയും ചായയും കഴിച്ച് നമ്മൾ നേരെ കച്ചവടത്തിലേക്ക്. ആദ്യം എങ്ങനെയാ കച്ചവടം ചെയ്യുന്നത് നമുക്ക് ആദ്യം കാണിച്ചു കൊടുക്കണം. അങ്ങനെ കച്ചവടം ചെയ്ത് നമ്മൾ ഇരിയ വഴി നേരെ ഇപ്പൊ പോകുന്നത്. കാഞ്ഞിരക്കം വഴി നമ്മൾ നേരെ ഇപ്പൊ ഉദയപുരത്തേക്കാട്ടാ പോകുന്നത്. പോകുന്ന വഴിക്ക് ഒരു ഫോളോവറേയും കണ്ട് മൈക്ക് ആദ്യമേ കൊടുത്തേട്ടാ. അങ്ങനെ എത്തി നമ്മൾ കൊട്ടോട് ടൗണിലെത്തി കേട്ടാ. നമ്മളങ്ങനെ ഒരുപാട് പേര് നമ്മുടെ ഇന്ന് നെല്ലിക്ക വാങ്ങാൻ വേണ്ടി എത്തിയിട്ടുണ്ടായിരുന്നു കൊട്ടോടിയിൽ. ഉച്ച കഴിയുന്നത് വരെ ഞാൻ ആദ്യം പഠിപ്പിച്ചു കൊടുത്ത് എങ്ങനെ കച്ചവടം ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെക്കൻ കളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്തായാലും ചെക്കൻ അടിപൊളിയാണ്, ഉഷാറായിട്ട് കച്ചവടം ചെയ്യുന്നുണ്ട്. എന്തായാലും തുകി കൊടുക്കാനും കാര്യങ്ങളൊക്കെ പഠിച്ചു വരുന്നുണ്ട് കേട്ടാ. പഠിപ്പിക്കുമെന്ന് ചോദിച്ചാൽ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും കേട്ടാ. പഠിക്കുന്നുണ്ടാ നീ? നെല്ലിക്കാര് പറയും. എന്തായാലും സമയം ഉച്ച കഴിഞ്ഞു. ഞങ്ങൾ നേരെ ചോറ് കഴിക്കാൻ വേണ്ടി കയറി ഇറങ്ങുമ്പോഴാണ് നമ്മൾ കുറച്ച് ഫോളോവേഴ്സിനെ കണ്ടേട്ടാ. അവരോട് ടാറ്റയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അടുത്തായിട്ട് പോകുന്നത് നമ്മുടെ രാജപുരത്തുള്ള പാലങ്ങളുടെ സൈഡിലേക്കാണ്. ഇങ്ങോട്ട് വരാനുള്ള പ്രധാന കാരണം പപ്പയാട്ടോ. പപ്പ എന്നോട് പറഞ്ഞു ഞാൻ ടാപ്പിംഗ് ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് വരുന്നതാണ്. അപ്പോൾ ഒരുപാട് ഫോളോവേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഇവിടെ നിന്നെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. അങ്ങനെ നമ്മൾ ഇന്ന് കച്ചവടത്തിനായിട്ട് പാലങ്ങളുടെ സൈഡിലേക്കായിട്ട് ഇറങ്ങിയിട്ടുള്ളത്. വീണ്ടും നമ്മുടെ കുറച്ച് ഫോളോവേഴ്സിനെ കണ്ടേട്ടാ. ബാക്കി അപ്പം നാളെ. അത് ഇതാ ഇന്നത്തെ ശമ്പളം. ഹാപ്പി അല്ലേ? ഹാപ്പി.